കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സുഭാഷ് വിഷമിച്ചിരിക്കുന്നു. അപ്പോൾ അവിടേക്ക് നിധി വരുന്നുണ്ട്. നിധി വന്ന് സുഭാഷേട്ടൻ്റെ മുഖത്ത് നോക്കുമ്പോൾ സുഭാഷേട്ടൻ്റെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. എന്തിനാ സുഭാഷേട്ടൻ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കണേ? സുഭാഷേട്ടന് വിഷമമുണ്ടോ എന്ന് ചോദിക്കും. എനിക്കൊരു വിഷമമില്ല, ഞാൻ വെറുതെ പാട്ടൊക്കെ കേട്ട് ഇരുന്നാണ് മോളെ എന്ന് പറയും. സുഭാഷേട്ടൻ കള്ളം പറയരുത്, സുഭാഷേട്ടൻ എനിക്കറിയാമെന്ന് പറയും. അപ്പോൾ സുഭാഷ് ഇല്ല മോളെ, ഞാൻ ദേ എഴുന്നേറ്റ് ഇവിടെ നിന്ന് വെറുതെ വന്നിരുന്നാണെന്ന് പറയും. അപ്പോൾ അനിയന്മാർ അവിടെ നിന്ന് നോക്കുമ്പോൾ നിങ്ങളിവിടെ നിൽക്കുന്നുണ്ടോ? നിങ്ങളെല്ലാവരും കൂടെ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കണേ? നിങ്ങളെല്ലാവരും കൂടെ എന്നെ ഇങ്ങനെ നോക്കുമ്പോഴാണ് എനിക്ക് എന്തോ പോലെ തോന്നണേ. മോള് വാ, സുഭാഷ് ഏട്ടന് ഒരു വിഷമവും എന്ന് പറയും. എന്നിട്ട് അനിയന്മാരോടും കൂടി പറയും, എനിക്കൊരു വിഷമമൊന്നുമില്ല കേട്ടാ, നിങ്ങൾ വെറുതെ ആവശ്യമില്ലാത്ത ഒന്നും കരുതി വയ്ക്കേണ്ടെന്ന് പറയും. നിധി പിന്നെ വീണ്ടും ആ കല്യാണ വീട്ടിലേക്ക് നോക്കണം. ഭയങ്കരമായിട്ട് ശബ്ദത്തിൽ പാട്ട് വയ്ക്കണേ. അപ്പം അങ്ങനെ പിന്നീട് സുഭാഷിനോട് അകത്ത് പോയിരുന്നോളാൻ പറയും. വേണ്ട, ഞാൻ എന്തെങ്കിലും പാചകമൊക്കെ ചെയ്യാമെന്ന് പറയും. ഒന്നും ചെയ്യേണ്ട സുഭാഷ് ഏട്ടൻ പോകാൻ പറയും. അങ്ങനെ സുഭാഷ് അകത്ത് ചെന്നിരുന്നിട്ട് സുനന്ദ കെട്ടിപ്പിടിക്കുന്നതും ഇഷ്ടമെന്ന് പറയണതൊക്കെ അങ്ങനെ ആലോചിച്ച് വീണ്ടും കരയണം. സുഭാഷ് ഏട്ടന് നല്ല വിഷമമുണ്ട്. എന്ത് ചെയ്യും എന്ന് ചോദിക്കും. എന്ത് ചെയ്യാൻ, വിഷമില്ലാണ്ടിരിക്കുമോ, സ്നേഹിച്ച് പോയില്ലേ എന്ന് പറയും. അപ്പോൾ ആ സമയത്ത് സുഭാഷിൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരും. പറയും ബയ്യേനെ വിളിച്ചത്, ഇന്ന് അത്യാവശ്യമായിട്ട് പണിയുണ്ടെന്ന് സുഭാഷ് അവരോട് പറഞ്ഞിരുന്നു. പണിയൊന്നുമില്ല എന്നാൽ ബയ്യ പറഞ്ഞു. അപ്പോൾ സുഭാഷ് നോക്കിയപ്പോൾ ഡ്രസ്സൊക്കെ മാറി കവറൊക്കെ ആയിട്ട് വരുന്നത്. എങ്ങോട്ട് പോകണമെന്ന് വെച്ചപ്പോൾ അത്യാവശ്യമായിട്ട് ഒരു പണി തീർക്കാനുണ്ടടാ, ഞാൻ അങ്ങോട്ട് പോട്ടെ എന്ന് പറയും. സുഭാഷ് ഏട്ടൻ ഒരിക്കലും പോകണ്ട, സുഭാഷ് ഏട്ടൻ ഇവിടെ ഇരുന്നേ, സുഭാഷ് ഏട്ടൻ ഒരു പണിയും ഇല്ല എന്ന് പറയും. അപ്പോഴാണ് ഭാസ്കരൻ അങ്ങോട്ട് വരുന്നത്. കയ്യിലൊരു കവറുണ്ട്. സുഭാഷിൻ്റെ കൈ കൊടുക്കുന്ന ചിക്കനാണെന്ന് പറയും. പോയി അടിപൊളി ദമ്മ് ബിരിയാണി ഉണ്ടാക്കുമെന്ന് പറയും. അപ്പോൾ നികേഷ് ചോദിക്കും, സുഭാഷ് ഏട്ടൻ മനസ്സ് വിഷമിച്ചിരിക്കുമ്പോൾ വേണോ നിങ്ങളുടെ ദമ്മ് ബിരിയാണി? എന്ത് മനസ്സ് വിഷമം? ഇവിടെ എന്ത് പ്രശ്നം? ഇവിടെ ഒരു പ്രശ്നമില്ല. ഇവിടെ ആരെങ്കിലും ചത്തോ അല്ലെങ്കിൽ ആർക്കും ഒരു മാറാരോഗം ഉണ്ടോ? ഇവിടെ ഒരു കുഴപ്പമില്ല, മനസ്സിലായില്ലേ? ദമ്മ് ബിരിയാണി ഭാസ്കരൻ്റെ വീട്ടിൽ എന്നൊക്കെ പറഞ്ഞ് പാട്ട് പാടി ഭാസ്കരൻ അങ്ങോട്ട് പോകും. അപ്പം നിധി പറയും, നിങ്ങൾക്ക് മനസ്സിലാവാണ്ടാണ് അച്ഛനെ നിങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ല. അച്ഛനും സുഭാഷ് ഏട്ടൻ്റെ മനസ്സ് വിഷമിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയും. എന്തായാലും സുഭാഷ് ഏട്ടൻ പോയി റെസ്റ്റ് എടുത്തോ, ഞാനും ഹരീഷൊക്കെ കൂടി നികേഷും കൂടി ബിരിയാണി ഉണ്ടാക്കാമെന്ന് പറയും. അപ്പോൾ നികേഷ് പേടിക്കും. സുധീഷും ഇതോ എന്നാ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഉണ്ടാക്കിക്കോട്ടാ, ഞാനേ ഹോട്ടലിൽ നിന്ന് കഴിച്ചോളാം എന്ന് പറയും. എന്താ ഞാൻ എവിടെയെങ്കിലുമൊക്കെ നോക്കി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇഷ്ടം പോലെ നെറ്റിൽ ബിരിയാണി ഉണ്ടാക്കേണ്ടത് അതൊക്കെ നോക്കി ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടെന്ന് പറയും. അപ്പോഴത്തേനും ഹരീഷ് വരുന്നുണ്ട്. ഹരീഷിന് ചെവി പൊളിയുന്ന രീതിയിലുണ്ട് പാട്ട് വെച്ചേക്കണ്. ഇവരെന്ത് ഇങ്ങനെ കാണിക്കണേന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കാലത്ത് തന്നെ തുടങ്ങിയോന്ന് ചോദിക്കും. അടേ ഒന്ന് ഉച്ചയ്ക്ക് ചിക്കൻ ബിരിയാണിന് പുട്ടും കടലും തേക്കാൻ വേണ്ടിയുണ്ടാന്ന് പറയും. അപ്പോഴത്തേനും അവിടെ ഹാളിലിരുന്ന് ചേട്ടനെ ഇതിനൊക്കെ പഞ്ച് പിടിക്കാനാണ് കാണിക്കുന്നത്. ഇത് എന്തൊരു ശല്യമാണിത്, ഇത് എപ്പോഴത്തോടെ പാട്ടുകളെന്ന് പറയും. ഇതിപ്പോൾ കുറച്ച് നേരം കുറവായിരുന്നു, ഇപ്പോൾ കൂടിയിട്ടുണ്ട്. എൻ്റെ കല്യാണത്തിന് നിങ്ങൾ ഇതേപോലെ തന്നെ അവരോട് ചെയ്തത്, അപ്പോൾ ആ ദേഷ്യം തീർക്കണതാവും. ഇത്രയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയും. ഇല്ല, സുഭാഷ് ചേട്ടന് വിഷമമുണ്ടോ എന്ന് ചോദിക്കും. ഇല്ല, വിഷമമില്ലാണ്ടാണ്, സ്നേഹിക്കുന്ന പെണ്ണിൻ്റെ കല്യാണം ആകുമ്പോൾ അല്ലെ പിന്നെ നിന്നെ പോലത്തെ മനസ്സുള്ളവരായിരിക്കണം എന്ന് പറയും. അപ്പോഴത്തേനും നിധി അങ്ങോട്ട് വരും. എന്താ പറയുക, സുധീഷ് നമ്മുടെ നികേഷിനെ വിളിക്കുമ്പോൾ ആയോ പാചകം ചെയ്യാൻ നമുക്ക്, സുഭാഷ് ചേട്ടനെ നമുക്കൊന്നും ഒരു രീതിയിലും അടുക്കളയിലേക്ക് കയറ്റണ്ട, എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ കഴിഞ്ഞിട്ട് നികേഷ് എനിക്ക് പറഞ്ഞു തന്നാൽ മതി ബാ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സുധീഷിനൊരാഗ്രഹം ആ പെണ്ണിൻ്റെ ചെക്കൻ്റെ ഫോട്ടോ എടുത്താലോ എന്ന്. അപ്പോൾ വേണ്ട എന്ന് പറഞ്ഞ് നിധി ദേഷ്യപ്പെടുന്നുണ്ട്. അത് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയും. വീണ്ടും നമ്മുടെ സുഭാഷിനെ കാണിക്കുന്നുണ്ട്. സുഭാഷ് പാട്ടൊക്കെ കേട്ടിട്ട് അസഹ്യമായ വിഷമത്തിൽ ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കണ്. അടുക്കളയിൽ ചേട്ടത്തിയും അനിയനും കൂടി പാചകം മസാല അതും ഇതൊക്കെ എടുക്കണം, കഴുകണം, പിടിക്കണം. അപ്പോൾ ഹരീഷ് വരും. ഹരീഷ് എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് വെച്ചപ്പോൾ നിധി വേണ്ടാന്ന് പറഞ്ഞെങ്കിലും നികേഷ് സമ്മതിക്കില്ല. സബോള അരിഞ്ഞ് കണ്ണ് നീറട്ടെ ചേച്ചി എന്ന് പറയും. അങ്ങനെ ചിക്കൻ അരി വെക്കാനുള്ള പാത്രമൊക്കെ അന്വേഷിച്ച് എടുക്കണം. അപ്പോൾ നികേഷിനോട് ചോദിക്കുന്നു, ഈ വീട്ടിലൊരു പാത്രമില്ല, 2 ഗ്യാസും കുറ്റിയില്ല, ഫാന് കാറ്റില്ല, ഒന്നുമില്ല. നിങ്ങളെ സുഭാഷ് ചേട്ടൻ ഈ വീട്ടിൽ നിങ്ങൾക്ക് പാചകം ചെയ്താൽ തന്നെ സമ്മതിക്കണം ഇത്രയും നാളെന്ന് പറയും. അപ്പോഴത്തേനും ഗ്യാസ് തീർന്ന്. ഗ്യാസ് എന്ത് ചെയ്യുന്ന നോക്കുമ്പോൾ അയ്യോ ഗ്യാസ് തീർന്നു മോളെ, ഞാൻ മറന്നു പോയി എന്ന് പറയും സുഭാഷ് വന്നിട്ട്. ഹരീഷ് വേഗം പോയി അപ്പുറത്തുനിന്ന് വിറകൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, വിറകടുപ്പ് കത്തിക്കാൻ തയ്യാറാവണം. അതൊക്കെ സുഭാഷ് പറഞ്ഞു കൊടുത്താണ്. സുഭാഷിനെ വീണ്ടും അവരവിടെ നിന്ന് ഓടിക്കിന്. പറയുന്നത് സുധീഷ് പോയിട്ട് കുറച്ച് നേരം ആയല്ലോ, ഫോട്ടോ എടുക്കാൻ പോയിട്ട് ഞാൻ അവരെയൊന്നും വല്ല തല്ലും കിട്ടുമോ? സുധീഷ് ചേട്ടൻ പോയിട്ടുണ്ടെങ്കിൽ പറഞ്ഞ വാക്ക് പാലിച്ചിട്ടേ വരുള്ളൂ എന്ന് പറയും. അപ്പോഴത്തേനും സുധീഷ് വന്ന് എവിടെയാണെന്ന് നോക്കിയപ്പോൾ ബാക്കിലുണ്ട്, ഗ്യാസ് തീർന്നാരണം അവിടെയാണെന്ന് പറയും. അങ്ങനെ എന്തായി, പോയ കാര്യം നടന്നോ, തല്ല് കിട്ടിയാരെങ്കിലും? ഫോട്ടോ കൊണ്ടുവന്നേ നോക്കട്ടെ എന്ന് പറയും. ഇങ്ങനെ ഹരീഷും ചെയ്യലും നോക്കണം കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി. അങ്ങനെ ഫോട്ടോ നോക്കുമ്പോൾ ഇത് നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ലടാ, കാണാനൊന്നും ഒരു ഭംഗിയില്ല എന്ന് പറയും. വലിയ മേനൊന്നുമില്ലാത്തൊരു ചെക്കനെ കണ്ടുപിടിച്ചാണ് നമ്മുടെ സുഭാഷ് ചേട്ടൻ്റെ അയലക്കത്ത് വരില്ല.
അങ്ങനെ ഒരു ഫോട്ടോ കണ്ടപ്പോൾ അവർക്ക് സന്തോഷമായി, ഒരു ഭംഗിയില്ല. അപ്പോഴത്തേനും സുഭാഷ് വരും. എന്താ ഇവിടെ എന്ന് വെച്ച് ചിരിച്ചുകൊണ്ടാണ് വരുന്നത്. ഇത്തിരി റിലാക്സ് ആയിട്ടുണ്ട് സുഭാഷ്. അതേ സുനന്ദര ചെക്കൻ്റെ ഫോട്ടോ കണ്ടേ, എനിക്ക് കണ്ട ചേട്ടൻ കാണണം, കണ്ടേ പറ്റൂ. എന്നാലും ചേട്ടൻ ഇത് അഭിപ്രായം പറയണം, ചേട്ടൻ്റെ മനസ്സ് തണക്കണമെങ്കിൽ ഇത് കാണണം എന്ന് പറയും. അങ്ങനെ സുഭാഷ് കാണണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരുപാട് ബലം പിടിച്ചെങ്കിലും അവർ കാണിച്ചു കൊടുക്കുമ്പോൾ സുഭാഷിന് സന്തോഷമാവും. സത്യം പറഞ്ഞാൽ കാണാനൊരു ഭംഗിയില്ല, പറയോ പാവം പെൺകുട്ടീന് ഒത്തിരി കൂടെ നല്ല ചെക്കനെ അവർക്ക് കണ്ടുപിടിച്ചുകൂടായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ബിരിയാണി സുഭാഷ് ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നു. അവരോട് അകത്തേക്ക് പൊക്കോ, ഞാൻ ബിരിയാണി ഉണ്ടാക്കിക്കോളാം, എനിക്കറിയാം ബിരിയാണി ഉണ്ടാക്കാമെന്ന് പറയുന്നത്. പിന്നീട് സുധീഷ് പറയുന്നുണ്ട്, ഞാനേ ആ ഒരു കല്യാണം നിശ്ചയം പോയി മുടക്കിയാലോ, വല്ല കല്ലെടുത്ത് എറിഞ്ഞോ എന്തെങ്കിലും ചെയ്തിട്ട് വേണ്ട, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊന്നും നിൽക്കണ്ട. അവൾ അമ്പലത്തിൽ വന്നില്ല, അവളെ വീട്ടുകാർ ഇഷ്ടത്തിന് അവൾ നിർബന്ധിച്ച് അതിലും അവൾ സമ്മതിച്ചല്ലോ. അപ്പോൾ പിന്നെ ഇനി അത് ആ ഒരു കാര്യം നമ്മൾ അന്വേഷിക്കേ വേണ്ട, അത് വിട്ട് കളയ തന്നെ വേണം. നമുക്ക് സുഭാഷേട്ടന് 100,000 പെണ്ണുങ്ങളെ കിട്ടാനുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ അതേക്കുറിച്ച് ചിന്തിക്കേ വേണ്ട എന്ന് പറയും. വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ ആലോചിച്ചതെന്ന് പറഞ്ഞ്. ഇത് എന്തൊരു കഷ്ടമാണ്, നമ്മളെ നാട്ടിൽ കല്യാണം കഴിക്കാൻ ചെക്കൻ്റെ പെണ്ണിൻ്റെ സമ്മതം പോരല്ലോ. അച്ഛൻ്റെ വേണം, അമ്മേരെ വേണം, വെല്ലിച്ചൻ്റെ വേണം, വെല്ലിമ്മേരെ വേണം, നാട്ടിലുള്ളവരെ മുഴുവൻ വേണം. അല്ലെങ്കിൽ പിന്നെ നമ്മളെ പോലെ ഒളിച്ചോടി വിവാഹം കഴിക്കണം. അപ്പോൾ നിധി അയ്യോ ഹലോ, ആരൊളിച്ചോടി വിവാഹം കഴിച്ചു? അല്ല ഞാൻ പറഞ്ഞതെന്ന് പറയും. അങ്ങനെ പറയണ്ട എന്ന് പറയും. അപ്പോൾ അനിയന്മാരൊക്കെ കൂടി വീണ്ടും സുധീഷിനെ കളിയാക്കി വാരണ്. അങ്ങനെ ഭാസ്കരനാണെങ്കിൽ ഇതെല്ലാം കേട്ട് അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. വീണ്ടും സുധീഷിന് സുഭാഷിൻ്റെ കാര്യത്തിലേക്ക് തന്നെ കടക്കണ്. ഭാസ്കരൻ്റെ കാര്യങ്ങളൊക്കെ അകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും ഭാസ്കരൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. ഭാസ്കരന് അറിയാം സുഭാഷിൻ്റെ മനസ്സ് നല്ല വിഷമമുണ്ടെന്നുള്ള കാര്യം. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് പ്രൊമോണ് പുറത്ത് തന്നെ ഇട്ടിട്ടാണ് എല്ലാവരും ഭക്ഷണം കഴിക്കുന്നത്. ബിരിയാണി അടിപൊളി ബിരിയാണി ആയിട്ടുണ്ട്. അപ്പോൾ അത് കഴിക്കുന്ന ഭാഗങ്ങളൊക്കെ ഇനി കാണിക്കുന്നത്. പിന്നീട് നമ്മുടെ സുഭാഷേട്ടന് വേറൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കിന്. സുനന്ദയുടെ ചെക്കനേക്കാളും നല്ല ചെക്കനെ കണ്ടുപിടിക്കാനുള്ള തയ്യാറെടുപ്പാണ്. പിന്നീട് ആ പഴയ പെൺകുട്ടി സുഭാഷിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. ആ ബെസ്റ്റിനെയും കൊണ്ട് വന്നു കഴിഞ്ഞിട്ട് എല്ലാവർക്കും ദേഷ്യം പിടിപ്പിച്ച ആ പെണ്ണ്. അപ്പോൾ ആ പെണ്ണ് വീണ്ടും ബെസ്റ്റിനായിട്ട് പിണങ്ങോ എന്തോ ചെയ്തിട്ടൊന്നും അറിയില്ല, സുഭാഷിനെ കല്യാണം കഴിക്കാൻ സമ്മതമാണെന്ന് പറയും. പക്ഷേ നമ്മുടെ സുധീഷ് പറയും, ഹലോ ഇത്ര നേരം ഞാൻ സംസാരിച്ചതേ നിങ്ങളുടെ മനസ്സിൽ പറയാൻ വേണ്ടിയിട്ട്, നിങ്ങളെന്നാൽ ബെസ്റ്റിനെ കൊണ്ടുവന്ന് എൻ്റെ ചേട്ടൻ്റെ മുന്നിൽ ഷൈൻ ചെയ്തതല്ലേ. ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങൾക്ക് നിങ്ങളായിട്ട് ബന്ധത്തിന് താല്പര്യമില്ല എന്നങ്ങോട്ട് തുറന്നു പറയും. സുഭാഷ് അതൊക്കെ കേട്ട് നിൽക്കണ്. അനിയന്മാരെന്ത് പറയണോ അതാണ് സുഭാഷിൻ്റെ തീരുമാനം. പ്രത്യേകിച്ച് ഒരു തീരുമാനമില്ല. അപ്പോൾ ആ പെൺകുട്ടി ആകെ ചമ്മി നാറി ദേഷ്യത്തോടെ ഇരിക്കുന്നപ്പോൾ മറ്റു 2 പേര് ഇതൊന്നും അറിയണില്ല. അവർ കിടന്നുറങ്ങണ്. ആ സമയത്ത് ആണ് പറഞ്ഞത്, എൻ്റെ ചേട്ടനെ പറ്റിക്കാമെന്ന് വിചാരിച്ചാൽ നിങ്ങൾ ബെസ്റ്റി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എൻ്റെ ചേട്ടൻ അറിയില്ലെങ്കിലും എനിക്ക് നന്നായി അറിയാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ദേഷ്യത്തോടെ ഫോൺ വയ്ക്കണ്. അപ്പോൾ ആ പെൺകുട്ടി ഇനി ബന്ധം നടക്കില്ലല്ലോ എന്നിങ്ങനെ ആലോചിച്ച് കഴിഞ്ഞിട്ട് ടെൻഷൻ അടിച്ച് നിൽക്കുന്നതാണ് കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.